ഹലോ ഗൈസ്, വെൽക്കം ടു ലാംഗ്വേജ് ഹബ്. സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OIT നഴ്സസിൻ്റെ ഒരു റോൾ പ്ലേ കാർഡാണ്. സോ ഇവിടെ നമുക്ക് സെറ്റിങ്സ് ആദ്യം നോക്കുക. സെറ്റിങ്സിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കാർഡിലെ ഓരോ പോയിൻറ്റ്സും നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വായിച്ചു പോവുക, സോ ദാറ്റ് നമുക്ക് എക്സാമിൽ നമുക്ക് ചെയ്യുമ്പം ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. പിന്നെ ഇതൊരു സ്യൂച്ചറിൻ്റെ കാർഡാണ്. 8 സ്യൂച്ചേഴ്സ് ഒരു ചൈൽഡിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കാർഡാണ്. സോ ഇത് ക്വൈറ്റ് കോമൺ ആയിട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എൻ ഇയർ ഇത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നിൽ ഇതുപോലെ തന്നെ എന്താണ് ഒരു 6-year-old ഗേൾ ലൈക്ക് നൈഫ് യൂസ് ചെയ്തപ്പം ഫിംഗർ കട്ടും കൊണ്ട് വന്നു, അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ഒരു 4-year-old ബോയിൻ്റെ സ്റ്റിച്ചസ് ഒക്കെ ഇട്ടിട്ട് വീട്ടിൽ പോയിട്ട് ഇൻഫെക്ഷൻ കാരണം തിരിച്ച് വന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ കട്ടും കൊണ്ട് വന്നു, അങ്ങനെയുള്ള കാർഡുകളാവാം. ഓക്കെ, ഈ ടോപ്പിക് എപ്പോഴും റിപ്പീറ്റ് ആവുന്നതാണ്. സോ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, അത് നമ്മൾ മസ്റ്റായിട്ടും റീഡ് ചെയ്യണം. അത് റീഡ് ചെയ്താൽ നമുക്ക് മാറ്റർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതിൽ ഓരോ കാര്യങ്ങളും നോക്കുക. അതിന് ശേഷം നമ്മൾ ടാസ്ക് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്യുക. അത് സ്കിം ചെയ്യുന്നതിന് ശേഷം വേണം നമ്മൾ ഓരോ പോയിൻറ്റ്സും വായിച്ചു പോകാൻ. സോ നമുക്ക് ആദ്യം ഡിസ്ക്രിപ്ഷൻ പാർട്ട് നോക്കാം. Your patient is a 4-year-old boy who has been given 8 sutures on his right arm after falling and cutting his arm. Okay, your patient is a 4-year-old boy. ബോയ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടോക്ക് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡോട്ടർ എന്ന് പറയരുത്, ദാറ്റ്സ് റോങ്. ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ അങ്ങനെ ജെൻഡർ മാറ്റി പറയാറുണ്ട്, അത് പാടില്ല. ഓക്കെ, ഹീ ഈസ് നൗ റെഡി ടു ബി ഡിസ്ചാർജ്ഡ്. ഓക്കെ, ചൈൽഡ് റെഡിയാണ് ഡിസ്ചാർജ് ആവാൻ. യു ആർ സീയിങ് ദ പേഷ്യൻറ്റ് പേരൻറ്റ് ടു ഗീവ് അഡ്വൈസ് ഓൺ ആഫ്റ്റർ കെയർ. ഓക്കെ, അപ്പം പേരൻറ്റിനെ കണ്ട് നമ്മൾ ആഫ്റ്റർ കെയറിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. അപ്പോൾ പൊതുവേ ഉള്ളവർ എല്ലാവർക്കും ഡൗട്ടാണ്, ഈ പേരൻറ്റ് മദറാണോ ഫാദറാണോ എന്നുള്ള ഡൗട്ട് വരാറുണ്ട്. സോ നമ്മുടെ ഇൻ്റർലോക്യൂട്ടറിൻ്റെ ജെൻഡർ എന്താണ്? ഇൻ്റർലോക്യൂട്ടർ ഫീമെയിൽ ആണെങ്കിൽ നമ്മളത് മദറായിട്ട് കൺസിഡർ ചെയ്യുക, ഇൻ്റർലോക്യൂട്ടർ മെയിൽ ആണെങ്കിൽ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുക. അത് പൊതുവേ എല്ലാവർക്കും ഡൗട്ടാണ്. അപ്പോൾ ഇപ്പോൾ ലേഡി ആണെങ്കിൽ ഫാദർ എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കും. അങ്ങനെ ചെയ്യരുത്. ഇൻ്റർലോക്യൂട്ടർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ജെൻഡർ നോക്കി തന്നെ ചോദിക്കുക, പിന്നെ പറയുക. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ദ ചൈൽഡ് ഈസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദ ഡിസ്കഷൻ. ചൈൽഡ് ഡിസ്കഷനിൽ ഇല്ലയെന്ന് പറയുന്നു. അപ്പം ഇതെന്താണ്, ഓൾറെഡി ഫിംഗർ കട്ടും കൊണ്ട് വന്ന ആളാണ്, നമ്മൾ സ്റ്റിച്ചസ് ഇട്ട് കഴിഞ്ഞു, ഇനി ആഫ്റ്റർ കെയർ അഡ്വൈസ് ചെയ്യാൻ പോവുക, വിച്ച് മീൻസ് ദാറ്റ് വി നോ ദി പേരൻറ്റ് ആസ് വെൽ അല്ലേ. അപ്പോൾ 3 മിനിറ്റ് തന്നെ നമുക്ക് ചോദിച്ചു വെക്കാം, ഹൗ മേ അഡ്രസ് ദ പേരൻറ്റ് ഡ്യൂറിങ് ദ റോൾ പ്ലേ ചോദിച്ചു വെക്കുക. എന്നിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇവിടെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഓൾറെഡി കട്ടിന് സ്റ്റിച്ചസ് ഇട്ട് കൊടുത്തതാണ്. സോ ഇവിടെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് എൻറ്റയർലി അൺനോൺ അല്ല. ഓക്കെ, സോ ഇനിയും ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്യുക എല്ലാ പോയിൻറ്റും ആദ്യം ഒന്ന്. അപ്പോൾ ഫസ്റ്റ് പറയുന്നുണ്ട്, ഫസ്റ്റ് പോയിൻറ്റ് അഡ്വൈസ് ഓൺ ആഫ്റ്റർ കെയർ. സെക്കൻഡ് ടാസ്ക് വൂണ്ട് കെയർ മാനേജ്മെൻ്റ് ആണ്. തേർഡ് ടാസ്ക് ഇമ്പോർട്ടൻസ് ഓഫ് പെയിൻ കില്ലർ. ഫോർത്ത് വൺ കുറച്ച് റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്, എപ്പോഴാണ് മെഡിക്കൽ അറ്റൻഷൻ നെസസറി ആയിട്ടുള്ളത്. ഫിഫ്ത്ത് വൺ സ്കാറിങ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതൊക്കെ പോയിൻറ്റ്സാണ് പറയേണ്ടത്. അതായത് ആഫ്റ്റർ കെയർ അഡ്വൈസ് കൊടുക്കാനാണ് വന്നത്, വൂണ്ട് കെയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പെയിൻ കില്ലർ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്, പിന്നെ കുറച്ച് റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്, അതുപോലെ സ്കാറിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്തിട്ട് ഓരോ ടാസ്ക് വെച്ച് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ചില ടാസ്കിൽ ആദ്യം ഇങ്ങനെ കാണും, ഔട്ട്ലൈൻ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് വൂണ്ട് ഡ്രസ്സിങ്, പെയിൻ കില്ലർ, അസസ്മെൻറ്റ് എന്നൊക്കെ ആ ഒരു രീതിയിലായിരിക്കും. താഴെ വന്നിട്ടായിരിക്കും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത്. അപ്പം ഈ താഴെ അത് കിടപ്പുണ്ടോയെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ചില കാൻഡിഡേറ്റ്സ് ആ ഫസ്റ്റ് പാർട്ടിൽ തന്നെ അതങ്ങ് ജസ്റ്റ് പറഞ്ഞാൽ മതിയായിരിക്കും ടേം, അവിടെ നന്നായിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ താഴെ വരുമ്പോൾ വീണ്ടും റിപ്പീറ്റേഷനാവും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ഏതൊക്കെ പോയിൻറ്റ്സ് അവിടെ പറയേണ്ടത് എന്നുള്ളത്. ഏതൊക്കെ ഇപ്പം ടാസ്കിൽ എന്തൊക്കെ പറഞ്ഞിരിക്കും നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ടാസ്ക് വെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ അവിടെ വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് ടാസ്ക് നോക്കാം. കൺഫേം റീസൺ ഫോർ സീയിങ് പാരൻറ്റ്. ഇപ്പോൾ അഡ്വൈസസ് കൊടുക്കണം. പിന്നെ ഫൈൻഡ് ഔട്ട് പേരൻറ്റ്സ് ഫീലിങ്സ് അബൌട്ട് ചൈൽഡ്സ് ഗോയിങ് ഹോം. അപ്പോൾ ചൈൽഡ് റെഡിയാണോ എന്നുള്ളത് പേരൻറ്റിനോട് ചോദിക്കുക. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്, വൂണ്ട് കെയർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. വൂണ്ട് ഡ്രൈ ആയിരിക്കണം, കവേർഡ് ആയിരിക്കണം, പിന്നെ ഡ്രസ്സിങ്സ് എപ്പോഴും ഡ്രസ്സിങ്സ് ചെയ്യണം അൺടിൽ ദ റിമൂവൽ സ്യൂച്ചേഴ്സ്. അതുപോലെ ബാത്ത് എടുക്കുമ്പം ഇമ്മേഴ്സ് ചെയ്യാൻ പാടില്ല, ഡ്രൈ ചെയ്യണം ഹാൻഡ്. പിന്നെ 48 hours വരെ മെഡിസിൻസ് എടുക്കണം. അപ്പം പിന്നെ അടുത്ത പറയുന്നുണ്ട് സ്ട്രെസ് ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ആ പേരൻറ്റ് നമ്മളോട് മെഡിസിൻ കൊടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്, മെഡിസിൻസ് കൊടുക്കണം, പെയിൻ ലാർജ് ആണ്, നമ്പർ ഓഫ് സ്യൂച്ചേഴ്സ് ഉണ്ട്, അപ്പോൾ മെഡിസിൻ കൊടുക്കണം. പിന്നെന്താണ്, പിന്നെ റിമൂവൽ ഓഫ് സ്യൂച്ചേഴ്സ് വരെ പ്ലെൻറ്റി ഫ്ലൂയിഡും റെസ്റ്റൊക്കെ കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസ് ലൈക്ക് ഹൈ ടെമ്പറേച്ചർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം, ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പം പിന്നെ റിയഷർ അബൌട്ട് സ്കാറിംഗ് എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവർ സ്കാറിങ്ങിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്കാറിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇനീഷ്യലി ഉള്ളൂ, ഫെയ്ഡ് ആവും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇങ്ങനെ നമുക്കിവിടെ ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ട, അപ്പം ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പേരൻ്റെ നെയിം മേരി ആണെങ്കിൽ, ഹായ് മേരി, I'm here to give you advice on aftercare after your son's discharge. Before that, I would like to know how is he now? അപ്പോൾ മദർ പറയും കുട്ടി ഓക്കെ ആണ്, അവർ ഹാപ്പിയാണ്, കുട്ടി കുറച്ച് ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്, ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമുക്ക് പറയാം, ഐ എം ഓൾസോ ഗ്ലാഡ് ടു നോ ദാറ്റ് യുവർ ചൈൽഡ് ഈസ് ഫീലിംഗ് ബെറ്റർ നൗ. So I will give you some advices on how to take care of him at home. First of all, his wound should be always, or his dressing should be always kept dry and covered, as well as the dressing should be in place until the removal of sutures too. And see dear, he is restricted to take a shower for the next 48 hours. After that, he can have a bath. But while taking a bath, please make sure that he is not immersing his hand in water. And after taking the bath, his wound should be carefully dried. I mean, the dressing should be carefully dried, that wound area. And also, you can reapply dressing if needed. And see dear, doctor has prescribed some medication for your child, like some painkillers, and he needs to take it for next after every 6 hours. And also, he has to take this medication for 48 hours, or until the wound starts to heal. If his wound has started to still heal, means you can discontinue it. Otherwise, you have to give until his wound starts to heal. So will you be able to follow these instructions? അപ്പോൾ അവർ ചോദിക്കും മെഡിസിൻ കൊടുക്കണോ, അവർക്ക് മെഡിസിൻ എന്താണ് അവർക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല, അങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ കാർഡിൽ നന്നായിട്ട് എംപതി ചെയ്യുക. എംപതി ചെയ്താൽ ഉറപ്പായിട്ടും നന്നായിട്ട് നമുക്ക് സ്കോർ ബൂസ്റ്റ് ആവും. അപ്പോൾ നന്നായിട്ട് സ്കോർ കിട്ടും. അപ്പോൾ നമ്മൾ കാർഡ് കിട്ടുമ്പം തന്നെ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ നമ്മൾ ഈ സൈഡിലോട്ട് എംപതി എന്നുള്ള ടേം എഴുതി വെക്കുക. എംപതി എഴുതി വെച്ചാൽ നമ്മൾ എപ്പോൾ എംപതി കണ്ടാലും നമുക്കപ്പോൾ ഓർമ്മ വരും, എംപതി ആഡ് ചെയ്യണം എന്നുള്ളത് ഓർമ്മ വരും. സോ എംപതി എന്നുള്ള നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ റോൾ പ്ലെയറിൻ്റെ നെയിം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ നെയിം കൂടെ ഒന്ന് സൈഡിലോട്ട് എഴുതിയിടുക. അത് കൺഫ്യൂഷൻ നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നെയിം മറക്കാതിരിക്കാനായിട്ടാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ അപ്പോൾ എംപത്തി യൂസ് ചെയ്യുക. മദർ എന്താണ് ടാബ്ലറ്റ്, മദറിന് പേടിയാന്ന് പറയുമ്പോൾ നമുക്ക് മെഡിസിൻ കൊടുക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഓ ഡിയർ, ഐ അണ്ടർസ്റ്റാൻഡ് യു, ബീങ് എ ലവിങ് പേരൻറ്റ്, യു ആർ വറീഡ് ടു ഗീവ് യുവർ ചൈൽഡ് എനി മെഡിക്കേഷൻസ്, യു ഫിയർ ദറ്റ് ഇറ്റ് മൈറ്റ് ഹാവ് സൈഡ് എഫക്ട്സ് ആൻഡ് ഇറ്റ് മൈറ്റ് അഫക്റ്റ് യുവർ ബേബി. ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യു, ബട്ട് സീ ഡിയർ, let me assure you that these medications are safe and it won't harm your baby. And in his case, it's really important to take the painkiller because he has a large wound, and also there are and we have given him 8 sutures, so the pain from this large wound will be very severe. So in order to ease pain, you need to give him the medication. So is that clear now? അപ്പോൾ അവർ ഓക്കെ കൊടുക്കാമെന്ന് പറയും. എന്നിട്ട് നമുക്ക് പറയാം, സീ ഡിയർ, നൗ ഹീ ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ, ബട്ട് until the removal of sutures, he need to take plenty of rest, as well as he has to drink plenty of fluids too. And please instruct him to avoid any rough play. If he is playing strenuously, or if he is using his hands too much at the time, it might delay his healing progress also. So please make sure that he is not doing any strenuous activities. And his sutures will be removed removed in our clinic itself. So I will give you a nurse's appointment in our clinic in 10 days time. And in case if you notice if you notice that he has any high temperature, bleeding, or lack of appetite, then definitely you have to quickly bring him to the hospital. So are you following me? അപ്പോൾ അവർ ഓക്കെ എന്ന് പറയും, അത് ശ്രദ്ധിക്കാമെന്ന് പറയും. എന്നിട്ട് നമ്മളോട് ചോദിക്കും കുട്ടിക്ക് സ്കാർ ഉണ്ടാവുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് പറയാം, ഓ ഡിയർ, യുവർ കൺസേൺസ് ആർ റീസണബിൾ. സി he might have some scarring since he has 8 sutures, but it will be only initially only. See, he's only 4 here, so when he grows up, it will eventually fade away. So don't be worried. And I will do one thing. I know you are worried, so we can have a discussion about the scarring on the day of suture removal, and I will guide you more about it. So how does it sound? അപ്പോൾ അവർ ഓക്കെ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഡു യു ഹാവ് എനി കൺസേൺസ്? അപ്പോൾ അവർ പറയും, നോ, ഐ ഹോപ്പ് ഐ വാസ് ഏബിൾ ടു ക്ലാരിഫൈ ഓൾ യുവർ ഡൗട്ട്സ്. താങ്ക് യു, ഐ വിഷ് എ സ്പീഡി റിക്കവറി ഫോർ യുവർ ചൈൽഡ്. അത്രയും പറഞ്ഞിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കാർഡ്സ് വരുമ്പം ഈ ആഫ്റ്റർ കെയർ ആണ്, അപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് ഓർക്കുക. പിന്നെ ജസ്റ്റ് നമ്മൾ അതിനകത്ത് എന്തെല്ലാം ആഫ്റ്റർ കെയർ മെഷേഴ്സാണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഈ കാർഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.